നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. സൗദിയിൽ റംസാൻ മാസപ്പിറവി ദൃശ്യമായി. നാളെ റംസാൻ വ്രതം ആരംഭിക്കുമെന്ന് സൗദി സുപ്രീം കോടതി അറിയിച്ചു. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെല്ലാം നാളെയാണ് റംസാൻ ആരംഭിക്കുക. ഹറം പള്ളികൾ ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങൾ റംസാനെ വരവേൽക്കാനൊരുങ്ങി. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് റമദാൻ മാസപ്പിറവി കണ്ടതിനാൽ നാളെ റമദാൻ ആരംഭിക്കുമെന്ന് സൗദി സുപ്രീം കോടതി അറിയിച്ചു. സൗദിക്ക് പുറമെ ഭൂരിഭാഗം ഗൾഫ് അറബ് രാജ്യങ്ങളിലും നാളെ തന്നെ റമദാൻ വ്രതം ആരംഭിക്കും. മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികൾ ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങളും വാണിജ്യ കേന്ദ്രങ്ങളുമെല്ലാം റമദാനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. മനസ്സും ശരീരവും സമ്പത്തുമെല്ലാം ശുദ്ധീകരിക്കുന്ന മാസമാണ് റമദാൻ. പകൽ മുഴുവൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചാണ് വിശ്വാസികൾ നോമ്പെടുക്കുന്നത്. വിശുദ്ധ ഖുർആൻ പാരായണവും ദാനധർമ്മങ്ങളും ഉൾപ്പെടെയുള്ള ആരാധനാ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കും. രാത്രിയിലെ പ്രത്യേക നിസ്കാരമായ തറാവിഹ്, അത്താഴം, ഇഫ്താർ സംഗമങ്ങൾ തുടങ്ങിയവ റമദാൻ മാസത്തിന്റെ പ്രത്യേകതകളാണ്. മക്കയിലേക്കും മദീനയിലേക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരുടെ ഒഴുക്ക് വർദ്ധിക്കും. തീർത്ഥാടകർക്ക് സുഗമമായി കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഹറം പള്ളികളിൽ പൂർത്തിയായിട്ടുണ്ട്. റമദാൻ വിഭവങ്ങൾ വാങ്ങിക്കൂട്ടുകയാണ് ഇപ്പോൾ വിശ്വാസികൾ. വാണിജ്യ കേന്ദ്രങ്ങളിലെല്ലാം നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. റമദാനിൽ സൗദിയിൽ ജോലി സമയം 6 മണിക്കൂറായി നിജപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തെ എല്ലാ പള്ളികളിലും മുൻ വർഷങ്ങളെ പോലെ ഇഫ്താർ വിരുന്നുകൾ ഇത്തവണയും ഉണ്ടാകുമെന്ന് മതകാര്യ മന്ത്രാലയം അറിയിച്ചു. മറിച്ചുള്ള പ്രചാരണങ്ങൾ മന്ത്രാലയം തള്ളി. ജലീൽ കണമകലം, 24 ജിദ്ദ. റംസാൻ മാസത്തിൽ UAE-യിലെ പൊതുഗതാഗത സംവിധാനങ്ങളുടെയും പെയ്ഡ് പാർക്കിങ്ങുകളുടെയും സമയക്രമത്തിലെ മാറ്റം RTA പ്രഖ്യാപിച്ചു. ദുബായ് മെട്രോ, ട്രാം സർവീസ് സമയങ്ങളിൽ മാറ്റമില്ല. ദുബായിലെ വിസ സേവനങ്ങൾക്കുള്ള ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സിന്റെ ഓഫീസുകൾക്കും സമയക്രമത്തിൽ മാറ്റമുണ്ടാകും. റമദാൻ മാസത്തിൽ പാർക്കിംഗ് സമയത്തിന്റെയും ബസ് ഉൾപ്പെടെയുള്ള പൊതുഗതാഗത സംവിധാനങ്ങളുടെ സമയക്രമത്തിലെയും മാറ്റമാണ് അധികൃതർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നോമ്പുതുറ സമയത്ത് പാർക്കിംഗ് ഫീസ് ഈടാക്കില്ല. എന്നാൽ എല്ലാ പാർക്കിംഗ് സോണുകളിലും തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെയും തുടർന്ന് രാത്രി 8 മുതൽ അർദ്ധരാത്രി 12 വരെയും പാർക്കിംഗ് ഫീ ഈടാക്കുമെന്ന് RTA അറിയിച്ചു. ബഹുനില പാർക്കിംഗ് സംവിധാനങ്ങൾ 24 മണിക്കൂറും പ്രവർത്തിക്കും. ദുബായ് മെട്രോ, ട്രാം സർവീസ് സമയങ്ങളിൽ മാറ്റമില്ല. ബസ്സുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ പുലർച്ചെ 4:30 മുതൽ പിറ്റേന്ന് പുലർച്ചെ 12:30 വരെ സർവീസ് നടത്തും. ശനിയും ഞായറും രാവിലെ 6 മണി മുതൽ പിറ്റേന്ന് പുലർച്ചെ 1 മണി വരെയായിരിക്കും സർവീസ്. അതിനിടെ ദുബായിലെ വിസ സേവനങ്ങൾക്കുള്ള ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സും റമദാൻ മാസത്തിലെ തങ്ങളുടെ പ്രവർത്തന സമയം പ്രഖ്യാപിച്ചു. അൽ ജാഫ്രിയിലെ പ്രധാന ഓഫീസ്, അൽമനാറ സെന്റർ, ന്യൂ അൽത്തവർ ഓഫീസ് തുടങ്ങിയ കസ്റ്റമർ ഹാപ്പിനെസ് കേന്ദ്രങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 വരെ സേവനങ്ങൾ ലഭ്യമാകും. എന്നാൽ വെള്ളിയാഴ്ചകളിൽ ഇവിടെ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 വരെയും തുടർന്ന് 2 മുതൽ 5 വരെയും സേവന ഓഫീസുകൾ പ്രവർത്തിക്കുമെന്നും വകുപ്പ് അറിയിച്ചു. ദുബായ് രാജ്യാന്തര വിമാനത്താവളം ടെർമിനൽ 3-ലെ അടിയന്തര ഓഫീസിൽ 24 മണിക്കൂറും സേവനം ലഭ്യമാക്കിയിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. 24 ദുബായ്. റംസാനെ വരവേൽക്കാനുള്ള അവസാനഘട്ട തയ്യാറെടുപ്പിലാണ് ഇസ്ലാം മതവിശ്വാസികൾ. റംസാൻ ഒരുക്കത്തിന്റെ ഭാഗമായി നനച്ചുളി എന്നൊരു ചടങ്ങുണ്ട് വിശ്വാസികൾക്കിടയിൽ. എന്താണെന്നല്ലേ സ്റ്റോറി കണ്ടുനോക്കാം. റംസാന് മുന്നോടിയായി ഒരു മാസത്തെ നോമ്പ് തുറക്കും അത്താഴത്തിനും ആവശ്യമായ വിഭവങ്ങൾ ശേഖരിക്കലാണ് ഒരു ഭാഗത്ത് നടക്കുന്നത്. മറുവശത്ത് ശുചീകരണ പ്രവൃത്തിയും. വീടുകളിലെ ഫർണിച്ചറുകൾ, വാതിലുകൾ, ജനലുകൾ, ഉപകരണങ്ങൾ തുടങ്ങി വീട് മുഴുവൻ വൃത്തിയാക്കും. പൊതു അവധി ദിവസമാണ് ശുചീകരണത്തിനായി തിരഞ്ഞെടുക്കുന്നത്. പ്രായമായവരും കുട്ടികളും എല്ലാവരും ഇതിൽ പങ്കാളികളാകും. നനച്ചുളി എന്നാണ് ഒരു ദിവസത്തെ ഈ ശുചീകരണ പ്രവൃത്തിയുടെ പേര്. റമദാൻ്റെ മുന്നോടിയായിട്ട് ഒരു വീടും പരിസരമൊക്കെ വൃത്തിയായിട്ട് കൈ നന്നാക്കി ഒരു നനച്ചുളി എന്ന് പറയും നമ്മുടെ നാട്ടിലൊക്കെ. അതിൻ്റെ ഒരു പരിപാടിയാണ്. പള്ളിയുടെ മുഖം മിനുക്കലും കാർപ്പറ്റുകൾ മാറ്റലും ഉൾപ്പെടെയുള്ള പ്രവൃത്തികളും തകൃതിയായി നടക്കുന്നുണ്ട്. വിവിധ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമങ്ങൾ നടത്താനുള്ള തയ്യാറെടുപ്പുകളും പുരോഗമിക്കുന്നുണ്ട്. 24 മലപ്പുറം. റംസാൻ മാസത്തിൽ പോഷകാഹാരം സംബന്ധിച്ച ബോധവൽക്കരണത്തിന്
കുവൈറ്റിൽ ആരോഗ്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ വിവിധ ക്ലിനിക്കുകളിലും ആശുപത്രികളിലും 75 കേന്ദ്രങ്ങൾ സജ്ജമാക്കിയതായി അധികൃതർ. വ്രതാനുഷ്ഠാന നാളുകളിൽ ഭക്ഷണ നിയന്ത്രണം ഉള്ളപ്പോഴും ശാസ്ത്രീയമായ രീതിയിൽ പോഷകാഹാരം ഉറപ്പാക്കാൻ ഈ കേന്ദ്രങ്ങളുടെ സേവനം സഹായകമാവും. റംസാൻ മാസം മുഴുവൻ ഈ കേന്ദ്രങ്ങളിൽ നിന്ന് സേവനം ലഭ്യമാകുമെന്നും ആരോഗ്യ മന്ത്രാലയത്തിലെ പോഷകാഹാര ഭക്ഷ്യവകുപ്പ് മേധാവി ഡോക്ടർ നവാൽ അൽ ഖൌദ് അറിയിച്ചു. കുവൈറ്റിലെ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ആദർസ് വൈഗ, കുവൈറ്റ് ഉപപ്രധാനമന്ത്രിയും എണ്ണമന്ത്രിയുമായ ഡോക്ടർ ഇമാദ് മുഹമ്മദ് അബ്ദുൾ അസീസ് അൽ അതീഖിയെ സന്ദർശിച്ചു. ഹൈഡ്രോ കാർബൺ മേഖലയിലെ ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ചും ഈ മേഖലകളിലെ വിവിധ തലങ്ങളിലെ സാധ്യതകളെക്കുറിച്ചും സ്ഥാനപതി ചർച്ച നടത്തി. വമ്പിച്ച വിലക്കുറവും വൻ ഓഫറുകളുമായി സൗദിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ റംസാൻ പാക്കേജുകൾ. റംസാൻ വിഭവങ്ങൾക്ക് മികച്ച ഓഫറുകളാണ് നൽകുന്നതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. റംസാൻ 15-ന് കുട്ടികൾക്കായി ഗിർഗ്യാൻ വസ്ത്രോത്സവം തുടങ്ങും. 50 മുതൽ 500 വരെ റിയാലിന്റെ ഗിഫ്റ്റ് കാർഡുകളും 99 റിയാലിന്റെയും 199 റിയാലിന്റെയും റംസാൻ കിറ്റുകളും എല്ലാ ശാഖകളിലും ലഭ്യമായിരിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ജിദ്ദയിലെ ന്യൂ ഏജ് ഇന്ത്യ ഫോറം ലോക വനിതാ ദിനം ആചരിച്ചു. ഷറഫിയ അബീർ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് സലീം മധുവായ് അധ്യക്ഷനായി. മുതിർന്ന മാധ്യമപ്രവർത്തകൻ മുസാഫിർ ഉദ്ഘാടനം ചെയ്തു. PP റഹീം മുഖ്യപ്രഭാഷണം നടത്തി. സത്താർ ഇരട്ടി സ്വാഗതവും ലത്തീഫ് മലപ്പുറം നന്ദിയും പറഞ്ഞു. ഷബാന അൻസാർ പ്രസിഡന്റും അശ്വതി അബ്രഹാം ജനറൽ സെക്രട്ടറിയും സിനി വർഗീസ് ട്രഷററുമായി വനിതാ വിംഗ് രൂപീകരിച്ചു. UAEയിൽ കൂടുതൽ ബ്രാഞ്ചുകൾക്ക് തുടക്കമിട്ട് കാർഗോ വിതരണ രംഗത്തെ പ്രമുഖ സ്ഥാപനമായ എം ഗ്രൂപ്പ്. അബുദാബിയിൽ 2 ബ്രാഞ്ചുകളാണ് തുടങ്ങിയത്. അബുദാബി ഇലക്ട്ര സ്ട്രീറ്റിലും ഷാബിയ 10-ലുമാണ് എം ഗ്രൂപ്പിന് കീഴിലുള്ള 123 കാർഗോയുടെ പുതിയ ശാഖകൾ ആരംഭിച്ചത്. പ്രമുഖ പണ്ഡിതൻ സിംസാറുൽ ഹക്ക് ഹുദവി മുഖ്യാതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ പാണക്കാട് സയ്യിദ് അസീൽ അലി ശിഹാബ് തങ്ങൾ ബ്രാഞ്ചുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എം ഗ്രൂപ്പ് ചെയർമാൻ മുനീർ കാവുങ്ങൽ പറമ്പിലിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം. എം ഗ്രൂപ്പിന് കീഴിൽ കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ആരംഭിക്കുമെന്നും ഈ വർഷം തന്നെ 5 പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങുമെന്നും അബുദാബിയിലെ ബ്രാഞ്ചുകളുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എയർ സീ കാർഗോ നിരക്കുകളിൽ വൻ ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും മുനീർ കാവുങ്ങൽ പറമ്പിൽ അറിയിച്ചു. പുതിയ ഓഫർ അബുദാബിക്കായിട്ട് നമ്മളൊരു പുതിയ ഓഫർ ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡോർ ടു ഡോർ 2 ദിറംസ് കസ്റ്റമർ പോർട്ടിൽ ജസ്റ്റ് വരിക. A to Z ക്ലിയറിംഗ് ഡെലിവറി ഓണാണ്. നമ്മളെ ബൈക്കിൽ സാധനം വീട്ടിലെത്തും. കസ്റ്റമർ അവിടെ ₹1 കൊടുക്കുക, ഒന്നുമില്ല. നോർമൽ ഡോർ ടു ഡോർ യൂസ്ഡ് ഐറ്റംസ് 2 ദിറംസിന് ഡോർ ടു ഡോർ സർവീസ്. കസ്റ്റമർക്ക് 100 കിലോ ഉണ്ടെങ്കിൽ 200 ദിറംസിന് കഴിയും. മറ്റേ നോർമൽ ഡോർ ടു ഡോർ അയക്കണമെങ്കിൽ 600 ദിറംസ് വേണം. ഇതിൽ തന്നെ TRL ബെനിഫിറ്റ് ഉള്ള ഇലക്ട്രോണിക് സാധനങ്ങൾ, യൂസ്ഡ് ഇലക്ട്രോണിക്സ് ഡ്യൂട്ടി ഇല്ലാതെ ഇളവ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഉപഭോക്താക്കളുടെ സംതൃപ്തിയും വിശ്വാസവുമാണ് എം ഗ്രൂപ്പ് കാർഗോയ്ക്ക് കരുത്തു പകരുന്നതെന്നും TR സർവീസ് വഴി കാർഗോ അയക്കുമ്പോൾ 1 കിലോയ്ക്ക് 2 ദിർഹത്തിന് അയക്കാവുന്ന ഓഫർ അബുദാബി ബ്രാഞ്ചുകളിൽ ലഭ്യമാകുമെന്നും അധികൃതർ വ്യക്തമാക്കി. പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഒന്നും കൂടി പറയുകയാണ്, ഞങ്ങളുടെ പുതിയ 5 ഔട്ട്ലെറ്റ് ഈ മാസം തന്നെ ദുബായിൽ ഓപ്പൺ ചെയ്യുകയാണ്. ജബൽ അലിയിൽ 2 അതുപോലെ ദുബായ്, അൽനഹദ, സത്വ, ബർദുബായ്. അബുദാബി ബ്രാഞ്ചുകളുടെ ഉദ്ഘാടന ദിവസം പ്രവചന മത്സരത്തിലൂടെ വിജയിയായ മുഹമ്മദ് റഫീഖിന് 65 ഇഞ്ച് TV സമ്മാനിച്ചു. എം ഗ്രൂപ്പ് മാനേജർ സമീർ കാവുങ്ങൽ പറമ്പ്, മാനേജർ മജൂദ്, ബ്രാഞ്ച് മാനേജർമാരായ നിസാം, മുസഫിർ, ഹാഷിം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 24 ദുബായ്. റംസാൻ മാസത്തെ വരവേൽക്കാനൊരുങ്ങി ദുബായിലെ വ്യാപാര സ്ഥാപനങ്ങൾ. ഭക്ഷ്യസുരക്ഷയും വിലക്കുറവും ഉറപ്പാക്കിയാണ് ലുലു ഗ്രൂപ്പ് റംസാൻ വിപണിക്ക് ഒരുങ്ങുന്നത്. റെഡ് ക്രസന്റുമായി ചേർന്ന് റംസാൻ കിറ്റ്, ഇഫ്താർ ബോക്സ് വിതരണവും നടത്തും. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ലോകമെമ്പാടും സംഭരണ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ സജീവമാക്കിയാണ് ലുലു ഗ്രൂപ്പ് പുണ്യ റമദാനെ വരവേൽക്കുന്നത്. റമദാനിൽ ലുലുവിന്റെ സ്റ്റോറുകളിൽ എല്ലാ വസ്തുക്കൾക്കും മികച്ച ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭക്ഷണം, പലവ്യഞ്ജനം, പാത്രങ്ങൾ, വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ 5000 ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായി നിരക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ 85, 120 ദിർഹത്തിന്റെ റമദാൻ ഇഫ്താർ കിറ്റുകളും ലുലു പുറത്തിറക്കി. റമദാൻ മാസം വിൽക്കുന്ന ഓരോ ഉൽപ്പന്നത്തിനും 1 ദിർഹം വീതം ദുബായ് KFCയിലേക്ക് ലുലു സംഭാവന ചെയ്യും. റെഡ് ക്രസന്റുമായി ചേർന്ന് റമദാൻ കിറ്റ്, ഇഫ്താർ ബോക്സ് വിതരണ പദ്ധതിയുമായും ലുലു സഹകരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. റമദാൻ ആഘോഷങ്ങളുടെ ഭാഗമായി ലുലുവിന്റെ തെരഞ്ഞെടുത്ത സ്റ്റോറുകളിൽ റമദാൻ നൈറ്റ് എന്ന പേരിൽ പ്രത്യേക പരിപാടിയും ഒരുക്കിയിട്ടുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. 24 ദുബായ്. ബിൻ ഖമീസ് ഇന്റർനാഷണൽ ട്രേഡിംഗ് കമ്പനിയുടെ പുതിയ ശാഖ മദീനയിൽ പ്രവർത്തനം ആരംഭിച്ചു. ചോക്ലേറ്റിന്റെയും ഭക്ഷ്യസാധനങ്ങളുടെയും സൗദിയിലെ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ ശൃംഖലകളിൽ ഒന്നാണ് ബിൻ ഖമീസ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വലിയ ഓഫറുകൾ പ്രഖ്യാപിച്ചതുകൊണ്ട് വൻ ജനക്കൂട്ടമാണ് പുതിയ ശാഖയിലേക്ക് ഒഴുകിയെത്തിയത്. ചോക്ലേറ്റുകളുടെയും ഭക്ഷണ സാധനങ്ങളുടെയും സൗദിയിലെ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിതരണക്കാരിൽ പ്രമുഖരാണ് ബിൻ ഖമീസ് ഇന്റർനാഷണൽ ട്രേഡിംഗ് കമ്പനി.
റിയാദിൽ ആരംഭിച്ച് സൗദിയുടെ പ്രധാന നഗരങ്ങളായ ജിദ്ദ, മദീന, യാംബു, ഹായിൽ, ഹഫ്രൽ ബാത്തിൻ എന്നിവിടങ്ങളിലെല്ലാം ഇപ്പോൾ ബ്രാഞ്ചുകളുണ്ട്. ബിൻ ഖമീസിന്റെ 17ാമത് ശാഖ കഴിഞ്ഞ ദിവസം മദീനയിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായ ഹലഹയിൽ പ്രവർത്തനം ആരംഭിച്ചു. സൗദി പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ഗ്രൂപ്പിന്റെ ഡയറക്ടർമാരാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വലിയ തോതിലുള്ള ഓഫറുകൾ പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് ഉപഭോക്താക്കളാണ് പുതിയ ശാഖയിലേക്ക് ഒഴുകിയെത്തിയത്. ജനങ്ങൾ തങ്ങളിൽ അർപ്പിച്ച വിശ്വാസത്തിനും സഹകരണത്തിനും മാനേജ്മെന്റ് നന്ദി പറഞ്ഞു. ഹൈപ്പർ മാർക്കറ്റുകളിലേക്കും സൂപ്പർ മാർക്കറ്റുകളിലേക്കും വക്കാലകളിലേക്കും ആവശ്യമായ എല്ലാവിധ സാധനങ്ങളും ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ളതാണ് ബിൻ ഖമീസിന്റെ പ്രത്യേകത. സൗദി അറേബ്യയിൽ അതിൻ്റെ 17ാമത്തെ ബ്രാഞ്ചാണ് മദീനയിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. വിഷൻ 2030 ഭാഗമായി സൗദി അറേബ്യയിൽ 30 ബ്രാഞ്ചുകളിലെത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇട്ട പദ്ധതി. 16 വർഷങ്ങളിലായി നമ്മുടെ കസ്റ്റമേഴ്സ് തന്ന എല്ലാ സപ്പോർട്ടിനും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. നമ്മൾ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണ് നമ്മളെ വിജയം. കാരണം കസ്റ്റമർക്ക് എല്ലാം ഒരു കുടക്കീഴിൽ വെട്ടുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. സൗദിയിലെ എല്ലാ പ്രവേശികളിലും നമ്മളെ മെയിൻ വയറസുകളും ഫുഡ് സ്റ്റഫ്, ചോക്ലേറ്റ് എല്ലാ ഡിവിഷനും ഒരു കുടുക്കിന് സ്ഥലത്ത് നിന്ന് കിട്ടാനുള്ള സംവിധാനം ചെയ്യാൻ പോവുകയാണ്. ചെയർമാൻ PK അബ്ദുൽ ഹമീദ്, CEO മുഹമ്മദ് ഫൈസൽ, ജനറൽ മാനേജർ ജാഫർ പാടത്ത്, ഡയറക്ടർമാരായ ഷൌക്കത്ത്, മുസ്തഫ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 500ഓളം ജീവനക്കാരാണ് ഇപ്പോൾ ഗ്രൂപ്പിന് കീഴിലുള്ളത്. 2030 ആകുമ്പോഴേക്കും 30 ബ്രാഞ്ചുകൾ എന്ന ലക്ഷ്യത്തോടെയാണ് ബിൻ ഖമീസ് മുന്നോട്ടു പോകുന്നത്. മദീനയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. KMCC അൽബഹ സെൻട്രൽ കമ്മിറ്റിക്ക് കീഴിലെ മക്വ ഏരിയ കമ്മിറ്റി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. മക്വ ജനറൽ ഹോസ്പിറ്റലിൽ നടന്ന ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിൽ നിരവധി പേർ പങ്കാളികളായി. വരും വർഷങ്ങളിലും ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. KMCC നേതാക്കളായ സിറാജ് മോര്യ, ലത്തീഫ് അരാമ്പ്രം, കുഞ്ഞു, നജീബ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. 25,000 കുഞ്ഞുങ്ങളുടെ പിറവി സുരക്ഷിതമാക്കിയതിന്റെ നിറവിലാണ് ജിദ്ദയിൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പിന് കീഴിലെ ഹസൻ ഗസാവി ഹോസ്പിറ്റൽ. കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച ആഘോഷ പരിപാടിയിൽ പ്രസവ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയവരും കുട്ടികളുടെ രക്ഷിതാക്കളുമെല്ലാം പങ്കെടുത്തു. സുരക്ഷിതമായ പ്രസവത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം കൂടിയാണ് ആഘോഷമെന്ന് അബീർ ഗ്രൂപ്പ് വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ അഹമ്മദ് ആലുങ്ങൽ, ഡോക്ടർ ജംഷിദ് എന്നിവർ പറഞ്ഞു. അബീർ മെഡിക്കൽ ഗ്രൂപ്പിന് കീഴിലുള്ള ജിദ്ദയിലെ പ്രശസ്തമായ ഡോക്ടർ ഹസൻ ഗസാവി ഹോസ്പിറ്റലിൽ ഇതുവരെ പിറന്നത് 25,000ഓളം കുഞ്ഞുങ്ങളാണ്. ഇതോടനുബന്ധിച്ച് 25,000 മിറാക്കിൾസ് എന്ന പേരിൽ അബീർ ഗ്രൂപ്പ് സംഘടിപ്പിച്ച ആഘോഷ പരിപാടിയിൽ പ്രസവങ്ങൾക്ക് നേതൃത്വം നൽകിയ ഡോക്ടർമാർ, നഴ്സുമാർ, പാരാമെഡിക്കൽ സ്റ്റാഫ് തുടങ്ങിയവരെ ആദരിച്ചു. കൂടാതെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ ചില രക്ഷിതാക്കളും കുഞ്ഞുങ്ങളോടൊപ്പം പരിപാടിക്കെത്തി. സുരക്ഷിതമായ ഡെലിവറിയെക്കുറിച്ച് ബോധവൽക്കരണം കൂടി ഈ പരിപാടിയുടെ ലക്ഷ്യമാണെന്ന് അബീർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ അഹമ്മദ് ആലുങ്ങൽ പറഞ്ഞു. ജിദ്ദയിലെ പ്രവാസികളുടെ ഇടയിൽ എല്ലാവർക്കും പരിചിതമായ ഹസൻ ഗസാവി ഹോസ്പിറ്റൽ ഈ ഒരു മൈൽ സ്റ്റോൺ എത്തുന്നത് നമുക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം ജനങ്ങൾക്ക് കൂടി ഒരു സേഫായിട്ടുള്ള ഡെലിവറിയും കാര്യങ്ങളും എങ്ങനെ എത്തിപ്പെടാം, അതിനുള്ള കാര്യങ്ങൾ സപ്പോർട്ട് എന്തൊക്കെയാണ് വേണ്ടത് എന്നറിയിക്കാനും കൂടി നമ്മൾ ഇന്ന് ഈ വേദി ഉപയോഗിക്കുകയാണ്. ഡോക്ടർമാരുടെയും മറ്റു ആശുപത്രി ജീവനക്കാരുടെയും എല്ലാം സഹകരണത്തിലൂടെയാണ് ഈ നേട്ടം കൈവരിച്ചതെന്ന് വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജംഷിദ് അഹമ്മദ് പറഞ്ഞു. കഴിഞ്ഞ 14 വർഷം കൊണ്ടാണ് അബീറിന് ഈ ഒരു നമ്പറിലെത്താൻ പറ്റിയത്. ജിദ്ദ റീജിയനിൽ തന്നെ JCI ആൻഡ് സിബാഹി അക്രഡിറ്റഡ് ആയിട്ടുള്ള വളരെ ചുരുക്കം ആശുപത്രികളിലൊന്നാണ് ഹസൻ ഗസാവി ആശുപത്രി. അപ്പോൾ ഇതിൽ നമ്മുടെ ഗൈനക്കോളജിസ്റ്റും അനസ്തറ്റിസ്റ്റും പീഡിയാട്രിഷ്യൻസും നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാ സ്റ്റാഫിനെയും നമ്മൾ ഇന്നൊന്ന് ആദരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ലക്ഷ്യം ഉണ്ടായിരുന്നത്. ഇവരെല്ലാവരുടെയും ഒത്തൊരുമയോടുകൂടി പ്രവർത്തനത്തോടുകൂടി മാത്രമേ ഇങ്ങനൊരു മൈൽ സ്റ്റോൺ ഏതൊരു ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിനും എത്തിപ്പെടാൻ പറ്റുള്ളൂ. ഡോക്ടർമാർ പങ്കെടുത്ത പാനൽ ഡിസ്കഷനും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണലിന്റെയും അക്രഡിറ്റേഷൻ ഓഫ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും അക്രഡിറ്റേഷൻ നേടിയിട്ടുണ്ട് ഡോക്ടർ ഹസൻ ഗസാവി ഹോസ്പിറ്റൽ. 1983 പോളിക്ലിനിക്കായി ആരംഭിച്ച സ്ഥാപനം 1987 ഹോസ്പിറ്റലായി അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടത്. 2010 ഹോസ്പിറ്റൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പ് ഏറ്റെടുത്തു. ഇതിനുശേഷം ആശുപത്രിയിലുണ്ടായ പ്രസവങ്ങളുടെ എണ്ണമാണ് 25,000.
ജിദ്ദ പാർക്ക് ഹയാത്ത് ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ ഡോക്ടർ അഫ്സർ, ഡോക്ടർ സർഫറാസ്, ഡോക്ടർ ഇമ്രാൻ, ഡോക്ടർ ഫഹീം, ഡോക്ടർ ജമാൽ ഷബ്ന തുടങ്ങിയവർ സംസാരിച്ചു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ 2 അംഗങ്ങളെ നിയമിക്കാൻ പ്രധാനമന്ത്രി അധ്യക്ഷനായ സമിതി ഈ മാസം 15-ന് യോഗം ചേരും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കമ്മീഷൻ അംഗം അരുൺ ഗോയൽ രാജിവെച്ചത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നെന്നാണ് സൂചന. BJP ടിക്കറ്റിൽ മത്സരിക്കാനാണോ അരുൺ ഗോയൽ രാജിവെച്ചതെന്ന് കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് ചോദിച്ചു. 3 അംഗ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അനൂപ് ചന്ദ്ര പാണ്ഡെയുടെ കാലാവധി പൂർത്തിയാവുകയും അരുൺ ഗോയൽ അപ്രതീക്ഷിതമായി രാജിവെക്കുകയും ചെയ്തതോടെ അവശേഷിക്കുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ മാത്രം. രാജീവ് കുമാറുമായുള്ള അഭിപ്രായ ഭിന്നതകൾ രമ്യമായി പരിഹരിക്കാൻ കഴിയാത്തതാണ് അരുൺ ഗോയലിന്റെ രാജിയിലേക്ക് നയിച്ചതെന്നാണ് സൂചന. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ പ്രശ്നങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികൾ ആശങ്ക അറിയിച്ചു. അരുൺ ഗോയലിന്റെ രാജിയുടെ കാരണം കേന്ദ്ര സർക്കാർ വിശദീകരിക്കണമെന്ന് കോൺഗ്രസ് വക്താവ് ജയറാം രമേശ്. मुख्य इलेक्शन कमिश्नर के बीच में कुछ मतभेद आ गए हैं? क्या उनके और मोदी सरकार जो फ्रंट सीट में बैठकर ड्राइविंग करती है सभी संवैधानिक संस्थाओं की, क्या उनके बीच में कुछ मतभेद आ गए हैं? दूसरा मेरे मन में ये आया, व्यक्तिगत कारण हो सकते हैं. പുതിയ അംഗങ്ങളെ നിയമിക്കുന്നതിന് പ്രധാനമന്ത്രി അധ്യക്ഷനായ സമിതി ഈ മാസം 15-ന് യോഗം ചേരും. ഒരു കേന്ദ്രമന്ത്രിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമാണ് സമിതിയിലെ മറ്റ് അംഗങ്ങൾ. സമിതിയിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി ഡിസംബറിൽ നിയമം ഭേദഗതി ചെയ്തിരുന്നു. സമിതിക്ക് നൽകാനുള്ള കരട് പട്ടിക തയ്യാറാക്കാനുള്ള നടപടികൾ നിയമമന്ത്രാലയവും ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വൈകാതെ നടത്താനുള്ള ഒരുക്കങ്ങളും നടക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഒഡീഷ, സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും പ്രഖ്യാപിക്കും. 24 ഡൽഹി. പശ്ചിമ ബംഗാളിലെ 42 ലോക്സഭാ സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തൃണമൂൽ കോൺഗ്രസ്. BJPയുടെ പതനം ഉറപ്പാക്കാനുള്ള ചരിത്ര ദൌത്യം ഏറ്റെടുക്കുന്നുവെന്ന് മമതാ ബാനർജി പറഞ്ഞു. രാജ്യത്തെ പ്രതിപക്ഷ നിരയുടെ ഉറക്കം കെട്ടുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ചടിച്ചു. അതിനിടെ ഹരിയാനയിലും രാജസ്ഥാനിലുമായി 2 BJP MPമാർ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു. വങ്കനാട്ടിൽ BJPയെ നേരിടാൻ തങ്ങൾക്ക് തനിച്ച് സാധിക്കുമെന്ന് വ്യക്തമാക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ്. 42 സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ മമതാ ബാനർജി നാമനിർദ്ദേശം ചെയ്തു. മഹുവ മൊയ്ത്ര, അഭിഷേക് ബാനർജി, ശത്രുഘ്ൻ സിൻഹ, മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം യൂസഫ് പഠാൻ തുടങ്ങിയ പ്രമുഖരാകും തൃണമൂൽ കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുക. കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നേതാവും സംസ്ഥാന അധ്യക്ഷനുമായ ആദിർ രഞ്ജൻ ചൌധരിയാണ് ബർഹാംപൂരിൽ യൂസഫ് പഠാന്റെ എതിരാളി. കേത്തി ആസാദ്, ബർദുമാൻ ദുർഗാപൂർ, ഗോപാൽ ലാമ ഡാർജിലിംഗ്, പർമ ബൗദ്ധിക് ബാരക്പൂർ, സൗഗദാർ റോയ് ഡുംഡും, ഹാജി നൂറുൽ ഇസ്ലാം ബസീർഘട്ട്, സയോനി ഘോഷ് ജാദവ്പൂർ, കല്യാൺ ബാനർജി ശ്രീറാംപൂർ തുടങ്ങിയവരും TMC പട്ടികയിൽ ഇടം പിടിച്ചു. മറുവശത്ത് വീണ്ടും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷം ആദ്യമായി വാരണാസിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വിപുലമായ വരവേൽപ്പ് ലഭിച്ചു. ബൽക്കി पूरे देश के विकास के लिए कई विकास परियोजनाओं का यहां से शुभारंभ हो रहा है. രാജ്യം വികസനത്തിന്റെ കാര്യത്തിൽ സന്ധി ചെയ്യാത്ത വർഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. വികസനം സാധാരണക്കാരന്റേതായി അനുഭവവേദ്യമാകുന്ന ഈ കാലം മുൻകാലങ്ങളിൽ നിന്നും ഭിന്നമാണ്. ഹരിയാനയിലും രാജസ്ഥാനിലും BJPയിൽ നിന്നുള്ള 2 MPമാർ പാർട്ടി വിട്ടു. BJP വിട്ട ബ്രിജേന്ദ്ര സിംഗ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയിൽ നിന്ന് പാർട്ടി അംഗത്വം സ്വീകരിച്ചു. 2014 കോൺഗ്രസ് വിട്ടാണ് പിതാവിനൊപ്പം ബ്രിജേന്ദ്ര സിംഗ് BJPയിൽ ചേർന്നത്. BJPയുടെ തിരഞ്ഞെടുപ്പ് സമിതിയുടെ കൂടിക്കാഴ്ചകളും ചർച്ചകളും ഇതിനിടെ ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. ഇന്ന് നടക്കുന്ന സ്ഥാനാർത്ഥി നിർണയ സമിതി യോഗത്തിന് ശേഷം 2ാം ഘട്ട പട്ടിക പ്രഖ്യാപിക്കുകയാണ് പാർട്ടിയുടെ ലക്ഷ്യം. R രാധാകൃഷ്ണൻ, 24 ഡൽഹി. രാജ്യസഭയിൽ ഭൂരിപക്ഷം കിട്ടിയാൽ ഭരണഘടന മാറ്റിയെഴുതുമെന്ന് BJP MP. ഹിന്ദുക്കളെ അടിച്ചമർത്തുന്ന അനുച്ഛേദങ്ങൾ തിരുത്താൻ ലോക്സഭയിൽ 400 സീറ്റ് മാത്രം പോരാ. രാജ്യസഭയിലും ഭൂരിപക്ഷം വേണമെന്ന് കർണാടകയിലെ BJP MP അനന്ത് കുമാർ ഹെഗ്ഡെ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് റാലിക്കിടെയായിരുന്നു വിവാദ പരാമർശം. പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. ನಮಗೆ ಲೋಕಸಭೆಯಲ್ಲಿ ಬಹುಮತ ಇದೆ, 2/3 ಮೆಜಾರಿಟಿ ಇದೆ. ರಾಜ್ಯಸಭೆಯಲ್ಲಿ ನಮಗೆ 2/3 ಮೆಜಾರಿಟಿ ಇದೆ, ಅಲ್ಪ ಬಹುಮತ ಇದೆ. ರಾಜ್ಯ ಸರ್ಕಾರಗಳಲ್ಲಿ ನಮಗೆ ಬೇಕಾಗಿರ್ತಕ್ಕಂಥ ಬಹುಮತ ಇಲ್ಲ. ಸಂವಿಧಾನವನ್ನ ತಿದ್ದುಪಡಿ ಮಾಡಬೇಕಾದ್ರೆ
ಏನು ಮೂಲಭೂತವಾಗಿ ಸಂವಿಧಾನವನ್ನು ಸಂಪೂರ್ಣವಾಗಿ ತಿರುಚಿದ್ರು ಕಾಂಗ್ರೆಸ್ನವರು, ಅದರಲ್ಲಿ ಬ್ಯಾಡದೇ ಇರೋದನ್ನೆಲ್ಲ ತುರುಕಿದ್ರು, ವಿಶೇಷವಾಗಿ ಇಡೀ ಹಿಂದೂ ಸಮಾಜವನ್ನ ದಮನಿಸುವಂತಹ ರೀತಿಯಲ್ಲಿ ಕಾನೂನನ್ನು ತಂದಿಟ್ಟಿದ್ರು. ಇದೆಲ್ಲವೂ ಬದಲಾಗಬೇಕಾದ್ರೆ ಈ ಮೆಜಾರಿಟಿಯಲ್ಲಿ ಆಗುವುದಿಲ್ಲ. പാലക്കാട്ട് നിന്ന് വടകരയിലെത്തിയ ഷാഫി പറമ്പലിന് ആവേശകരമായ സ്വീകരണം ഒരുക്കി കോൺഗ്രസ് പ്രവർത്തകർ. പാലക്കാട്ടെ വൈകാരിക യാത്രയയപ്പിന് ശേഷമാണ് ഷാഫി വടകരയിലെത്തിയത്. വടകരയിൽ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന് ഷാഫി പറമ്പിൽ 24-നോട് പറഞ്ഞു. ഷാഫി പറമ്പലിനെ വടകരയിലേക്ക് യാത്രയാക്കാൻ പാലക്കാട്ടെ MLA ഓഫീസിന് മുന്നിലെത്തിയത് വൻ ജനക്കൂട്ടം. ചിലർ പൊട്ടിക്കരഞ്ഞു, കെട്ടിപ്പിടിച്ചു. പാലക്കാടുമായുള്ളത് അറുത്തുമാറ്റാനാകാത്ത ഹൃദയബന്ധമെന്ന് ഷാഫിയും. എന്ത് പറഞ്ഞാൽ ഷാഫിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ മുതൽ അങ്ങനെയല്ലേ പറയുന്നത്. പാലക്കാട് നിന്ന് പോയത് തന്നെയാണല്ലോ എന്തായാലും. ജയിച്ചു വരും. ഇനി നമ്മളെ എപ്പോഴും കാണുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടെങ്കിലും ഇപ്പം എന്തായാലും നമ്മുടെ നിന്ന് പോയില്ല. ഒരു വീട്ടിലത്തെ ഒരാൾ പോയല്ലേ. ഷാഫിക്ക് ജയിക്കുന്നുള്ള ഉറപ്പുള്ള കാരണം ഉണ്ടല്ലോ AIC ആ തീരുമാനം എടുത്തത്. ഷാഫിക്ക് എന്തായാലും അവിടെ ജയിക്കും. പക്ഷെ നമുക്ക് നമ്മുടെ ഒരു സഹോദരനും അമ്മമാർക്ക് ഒരു മകനൊക്കെയാണ് നഷ്ടമായത്. ഒത്തിരി വിഷമം. ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങിയിട്ടേ ഇല്ല. ഞങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു MLA നഷ്ടം, MP കിട്ടണത് വേറെ, ഞങ്ങൾക്ക് ഈ പാലക്കാടിൻ്റെ ഒരു MLA നഷ്ടമാണെന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു സഹിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. വടകരയിൽ പ്രവർത്തകർ വൻ വരവേൽപ്പാണ് UDFന്റെ ലോക്സഭാ സ്ഥാനാർത്ഥിക്ക് നൽകിയത്. KK രമ MLA ഉൾപ്പെടെ UDFന്റെ മുതിർന്ന നേതാക്കൾക്കും യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും യുവ നേതാക്കൾക്കുമൊപ്പം റോഡ് ഷോ. വാക്കിലും കണക്കിലും പറയാനാവാത്ത ആവേശം, ആത്മാർത്ഥത ചാലിച്ച ആവേശം. ഇത് ഇവിടുത്തെ പ്രവർത്തകരുടെ മനോഭാവവും ജനങ്ങളുടെ വികാരവുമാണ് പ്രകടിപ്പിക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടിയാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. ഷാഫി പറമ്പലിനെ പാലക്കാട് ലഭിച്ചത് മാസ് എൻട്രി എന്ന് MK രാഘവൻ MP. ഇതൊരു മാസ് എൻട്രിയാണ് ഷാഫിയുടെ. ഷാഫി വന്നു, കണ്ടു, വടകര ഷാഫിക്ക് മുമ്പിൽ കീഴടങ്ങി. അതാണ് സത്യം. നാളെ മുതൽ മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ സജീവമാകും. 24 കോഴിക്കോട്. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്.